തന്നെ റാന്നി ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നിരവധി ടൗണിൽ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു കാർ വാഷ് സർവീസ് സെൻ്റർ ഉൾപ്പെടെയുള്ളവ മുങ്ങിക്കിടക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ സമീപത്തുള്ള ചില വീടുകളും മുങ്ങിക്കിടപ്പുണ്ട്. മാത്രമല്ല റാന്നി ടൗണിലെ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയ സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇപ്പോൾ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവർ മുൻകരുതലുകളുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതായത് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും റാന്നി ടൗണിലാകെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അപ്പുറത്തെ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടുകൂടിയാണ്, അതായത് ഈ സമീപത്തുള്ള പമ്പയാർ കര കവിഞ്ഞൊഴുകിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അതിരൂക്ഷമായിട്ടുള്ള ഒരു വെള്ളം ഇവിടെ ഇടിച്ചു കയറി വരുന്നത്. കാരണം ഈ കടകളിലെല്ലാം നിരവധി സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ പെട്രോൾ പമ്പിൽ ഉൾപ്പെടെയുള്ള വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതിനോടകം തന്നെ നിരവധി ആളുകൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ഒരു സംശയം ഉണ്ട് എന്നൊരു സംശയം കൂടി നിലവിലുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയുള്ളവ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എങ്കിലും കൂടുതൽ വെള്ളം പലയിടങ്ങളിലും നിറഞ്ഞിട്ടുണ്ട് എന്നൊരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. ഇപ്പോൾ കടകളിലെ സാധനങ്ങൾ അടക്കം ഒഴുകി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഒരു പച്ചക്കറി കടയാണ്. അപ്പം അതിനകത്തുള്ള പല സാധനങ്ങളും ഇപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട്. പല സാധനങ്ങളും ഒഴുകിപ്പോയിട്ടായിട്ടുള്ളതും ആളുകൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നിരവധി പ്രദേശങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന റാന്നി ടൗണിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളം അതിരൂക്ഷമായിട്ട് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. വെള്ളം കുതിച്ചു കയറി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ളൊരു ജില്ലാ കളക്ടറും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് മേധാവികളും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇനിയിപ്പോ മരുമണിക്കൂറിൽ അലേർട്ടിൽ എങ്ങനെയാണ്? ജിൽസി ഇപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ സംസാരിക്കും. നമുക്ക് അദ്ദേഹത്തോടൊന്ന് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മോട് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ. ഇപ്പോൾ നമുക്കിപ്പോൾ ജില്ലാ കളക്ടർ നമ്മളോട് സംസാരിക്കും. സാർ ഇപ്പോൾ നിലവിലൊരു സാഹചര്യം എന്താണ്? നിലവിൽ വീണ്ടും മഴയുടെ ഒരു കോള് വരുന്നുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്. വീണ്ടും രാവിലെ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും റെഡ് അലേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ 5 കുട്ടവഞ്ചി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വരും. കൊല്ലത്തു നിന്നുള്ള 2 മത്സ്യബന്ധന ബോട്ടും അവിടെ തിരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യമാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി. വെള്ളം ഈ ഉൾപ്രദേശങ്ങളിലെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അതെല്ലാം മാറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ 3 ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് 3 നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഒരു മഴയ്ക്ക് എന്താണ് സാഹചര്യം? അങ്ങനെ എന്തെങ്കിലും ഉരുൾപൊട്ടലോ അങ്ങനെ ഒരു അതിതീവ്ര മഴയാണ്. യഥാർത്ഥത്തിൽ ഓറഞ്ച് അലേർട്ട് രാത്രിയാണ് വന്നത്, പക്ഷേ രാത്രി നല്ല മഴ പെയ്തു. 300 മില്ലിമീറ്ററോളം മഴ രാത്രി പെയ്തുകൊണ്ടാണ് വന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്നുകൊണ്ട് പറ്റിയാണ്. പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടിയതായിട്ട് ഇല്ല, ഉരുൾപൊട്ടലുണ്ട് കോന്നി ഭാഗത്ത് 1-2 സ്ഥലത്ത്. പക്ഷെ അവിടെയും ആൾനാശം ഡാമേജ് ഒന്നുമില്ല. 1-2 വീടുകൾക്കുള്ള ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. മറ്റ് കാഷ്വാലിറ്റീസ് അങ്ങനെ ഇല്ല, കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. വീടുകൾക്ക് ചെറിയ ഡാമേജ് ഒന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2 സ്ഥലത്താണ് കോന്നിയിൽ ഇപ്പം ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3ാമത് സീതത്തോടെ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഓഫീസർ അവിടെ പോയിട്ടുണ്ട്, അത് നോക്കിയിട്ടൊന്ന് കൺഫേം ചെയ്യാം. പക്ഷേ ജില്ലയിൽ മൊത്തത്തിലുള്ള സാഹചര്യം എങ്ങനെയാണ്? മൊത്തത്തിൽ പ്രശ്നമില്ല. ഇപ്പോൾ റാന്നിയാണ് നമ്മൾ ഒരു അത്യാവശ്യം വടശ്ശേരിക്കര റാന്നി ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്. ഇപ്പോൾ ജിൽസി ഇതാണ് ഇപ്പോൾ ജില്ലാ കളക്ടറും പറയുന്നത്. റാന്നി പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വലിയ ഒരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ റാന്നി കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. കാരണം അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്ന ഒരു മഴയിൽ ഉണ്ടായൊരു സാഹചര്യമാണ്. ഇന്നലെ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി
ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അതിനപ്പുറത്തേക്ക് മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പലയിടങ്ങളിൽ ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം, മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു പ്രളയത്തിന് തന്നെ കാരണം എന്ന് പറയേണ്ടി വരുന്നത്. കാരണം പ്രളയം എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ റാന്നി പ്രദേശത്തുണ്ട്. കാരണം ഈ തൊട്ടടുത്താണ് നമുക്കിപ്പോഴുള്ള പമ്പയാറുള്ളത്. ഈ പമ്പയാർ കരകവിഞ്ഞൊഴുകുകയും അവിടങ്ങളിൽ അതിരൂക്ഷമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ റാന്നിയിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്.